മമത സർക്കാരിന്റെ ഹിന്ദുവിരുദ്ധ നടപടികൾക്കെതിരെ പശ്ചിമബംഗാളിൽ പ്രതിഷേധം ശക്തമാകുന്നു. ഇന്നലെ രാത്രി കൊൽക്കത്ത ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ബിജെപിയുടെ നേതൃത്വത്തിൽ ഹിന്ദു യാത്രകൾ സംഘടിപ്പിച്ചു. മമത സർക്കാർ ബംഗ്ലാദേശി മുസ്ലിങ്ങൾക്കും നുഴഞ്ഞുകയറ്റക്കാർക്കും റോഹിംഗ്യകൾക്കും വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഹിന്ദു യാത്രയിൽ പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരി ആരോപിച്ചു. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണനുണ്ട്. ജിഷ്ണു, എന്തൊക്കെ കാര്യങ്ങളാണ് ഇദ്ദേഹം ഉന്നയിക്കുന്നത്? രാഖി, കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ബംഗാളിൽ നിന്ന് പുറത്തുവരുന്ന വാർത്തകൾ പരിശോധിക്കുമ്പോൾ അത് നോർത്ത് 24 പർഗാനസിൽ നിന്നാണെങ്കിലും മുർഷിദാബാദ് മേഖലയിലാണെങ്കിലും എല്ലാം തന്നെ നടക്കുന്ന ഹിന്ദു വിരുദ്ധ പ്രവർത്തനങ്ങൾ, ഹിന്ദു വിരുദ്ധ കലാപങ്ങൾ, ഹിന്ദു വിരുദ്ധ നടപടികൾ വാർത്തകളായി നമുക്ക് മുൻപിലേക്ക് എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസവും മുർഷിദാബാദ് മേഖലയിൽ ഹിന്ദു ഘോഷയാത്രയ്ക്ക് നേരെ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ആക്രമണം നടത്തുകയും അവർ മസ്ജിദിൽ കയറി ഒളിക്കുകയും പിന്നീട് പോലീസ് ഹിന്ദു വിഭാഗത്തിനെതിരെ നടപടിയെടുക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മമതാ സർക്കാരിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ ഹിന്ദു വിരുദ്ധ നടപടികൾ ഉണ്ടാകുന്നു. സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ തീവ്ര ഇസ്ലാമിസ്റ്റുകളെ സംരക്ഷിച്ചു നിർത്തിക്കൊണ്ട് ഹിന്ദു വിഭാഗങ്ങൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്നു. അതിനെതിരെയാണ് ഒരു വലിയ പ്രതിഷേധം ബംഗാളിലുടനീളം അലയടിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് ഇന്നലെ രാത്രി കൊൽക്കത്ത, സിലിഗുരി ഉൾപ്പെടെ വിവിധ മേഖലകളിൽ ബിജെപിയുടെ നേതൃത്വത്തിൽ ഹിന്ദു യാത്രകൾ നടത്തിയിട്ടുള്ളത്. അതിൽ പങ്കെടുത്തുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവും ബിജെപി നേതാവ് കൂടിയായിട്ടുള്ള സുവേന്ദു അധികാരി രൂക്ഷമായിട്ടുള്ള വിമർശനം മമതാ സർക്കാരിനെതിരെ ഉന്നയിച്ചിട്ടുള്ളത്. ബംഗാളിൽ ഹിന്ദു വിരുദ്ധ നടപടികളാണ് മമതാ സർക്കാരിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഹിന്ദു വിരുദ്ധ കലാപങ്ങൾക്കും ഹിന്ദു വിരുദ്ധ സംഘർഷങ്ങൾക്കും മമതാ സർക്കാർ അനുകൂല നിലപാട് സ്വീകരിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം മുൻനിർത്തിക്കൊണ്ട് പശ്ചിമ ബംഗാളിൽ വോട്ടർ പട്ടികയിൽ വലിയ രീതിയിലുള്ള ക്രമക്കേടുകൾ നടത്തിയിട്ടുണ്ട്. കൂടാതെ മമതാ സർക്കാർ ഭരിക്കുന്നത് തന്നെ ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറിയിട്ടുള്ള മുസ്ലിമുകൾക്കും നുഴഞ്ഞുകയറ്റക്കാർക്കുമൊപ്പം റോഹിംഗ്യൻ മുസ്ലിമുകൾക്കും വേണ്ടി മാത്രമാണ് നിലവിൽ പശ്ചിമ ബംഗാളിൽ മമതാ സർക്കാർ ഭരണം നടത്തുന്നത് എന്ന ഗുരുതരമായ ആരോപണമാണ് ബിജെപി മുൻപോട്ട് വെച്ചിട്ടുള്ളത്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി നേരത്തെ ഞാൻ ചൂണ്ടിക്കാട്ടിയതുപോലെ നോർത്ത് 24 പർഗാനസ് ഉൾപ്പെടെയുള്ള മേഖലകളിൽ നടക്കുന്ന വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് മമതാ സർക്കാരിനെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനം സുവേന്ദു അധികാരി ഉയർത്തുന്നത്. ഒപ്പം ബിജെപി മുൻപോട്ട് വെക്കുന്നത് നിലവിൽ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ചിട്ടുള്ള നടപടികൾക്ക് സമാനമായി പശ്ചിമ ബംഗാളിലെയും വോട്ടർ പട്ടികയിൽ കൃത്യമായിട്ടുള്ള പരിശോധന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തണം. മമതാ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുകൊണ്ടും ഒപ്പം തെരഞ്ഞെടുപ്പുകളിൽ വിജയം നേടുന്നതിനും വലിയ രീതിയിലുള്ള ക്രമക്കേടുകൾ പശ്ചിമ ബംഗാളിലെ വോട്ടർ പട്ടികയിൽ നടത്തിയിട്ടുണ്ട്. ബംഗ്ലാദേശിൽ നിന്ന് നുഴഞ്ഞു കയറിയിട്ടുള്ളവർക്കും അനധികൃതമായവർക്കും വോട്ടർ പട്ടികയിൽ ഇടം നൽകാൻ മമതാ സർക്കാർ പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിലവിൽ ബീഹാറിൽ നടന്നതിന് സമാനമായിട്ടുള്ള പരിശോധനയും നടപടിയും കൃത്യമായിട്ടുള്ള നിയമം അനുശാസിക്കുന്ന തരത്തിലുള്ള പരിശോധനയും പശ്ചിമ ബംഗാളിലെയും വോട്ടർ പട്ടികയിൽ ഉണ്ടാകണമെന്ന ആവശ്യം ബിജെപി മുൻപോട്ട് വയ്ക്കുന്നു. അതിനപ്പുറത്തേക്ക് പശ്ചിമ ബംഗാളിൽ നടക്കുന്ന ഹിന്ദു വിരുദ്ധ പ്രവർത്തനങ്ങൾ, ഹിന്ദു വിരുദ്ധ നടപടികൾ അവസാനിപ്പിക്കാൻ മമതാ സർക്കാർ തയ്യാറാകണമെന്നും അതല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ സംസ്ഥാനത്തുടനീളം ഉണ്ടാകുമെന്ന സൂചനയും എന്ന മുന്നറിയിപ്പുമാണ് ബിജെപി നൽകുന്നത്. ശരി ജിഷ്ണു, മമതാ സർക്കാരിന്റെ ഹിന്ദു വിരുദ്ധ നടപടികൾക്കെതിരെ പശ്ചിമ ബംഗാളിൽ പ്രതിഷേധം ശക്തമാകുന്നു എന്ന വാർത്തയാണ് ജിഷ്ണു കൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് പങ്കുവച്ചത്.